നമസ്കാരം. A1 ന്യൂസിൻ്റെ നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ചെറുപുഴ JMUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയും പാടിയോട്ടുചൽ സ്വദേശിയുമായ ആശ്വിൻ സുമേഷ് എന്ന 8 വയസ്സുകാരനാണ്. പാടിയോട്ടുചൽ സ്വദേശിയായ സുമേഷിൻ്റെയും സുജിലയുടെയും മകനായ 8 വയസ്സുകാരനും ചെറുപുഴ JMUP സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആശ്വിൻ സുമേഷ് എന്ന കൊച്ചുമിടുക്കനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ 20ഓളം കുട്ടിക്കവിതകൾ എഴുതി ഒരു പുസ്തകം തന്നെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. കവിതാരചനയോടൊപ്പം ചിത്രരചനയും കവിതാ പാരായണത്തിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കൊച്ചുമിടുക്കൻ. കാണാം ആശ്വിന്റെ വിശേഷങ്ങൾ. നമ്മുടെ ഈ കൊച്ചുമിടുക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിൽ തന്നെ ഏകദേശം 24ഓളം ചെറിയ കവിതകൾ എഴുതി അത് പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളെല്ലാം മൊബൈൽ ഫോണിൻ്റെയും അതുപോലെ കാർട്ടൂണുകളിൻ്റെയും പിന്നിലൂടെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കലാവാസന നമ്മൾ തീർച്ചയായും നമ്മളത് സമൂഹത്തിന് മുമ്പിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മോടൊപ്പം ചേരുകയാണ് ആശ്വിൻ സുമേഷ്. ആശ്വിനെ നമസ്കാരം. മോൻ ഏതായാലും നമ്മുടെ ഒരു ചെറിയൊരു കവിതാ സമാഹാരം എഴുതി എല്ലാവരെയും കുറച്ച് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ പ്രായത്തിൽ ചെറിയൊരു വയസ്സിൽ ഇത്തരത്തിലുള്ളൊരു കഴിവ് മോന് വന്നത് അത് നല്ലൊരു കഴിവാണ്. അപ്പം മോൻ്റെ കാര്യങ്ങളെ പറ്റി കുറച്ച് ചോദിക്കാനാണ്. അപ്പം മോൻ ഇപ്പം ഒന്ന് എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ JMUP സ്കൂൾ ചെറുപുഴയിലാണ്. 2ാം ക്ലാസ്സിൽ 2ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പം മോൻ്റെ കവിതകൾ ഏകദേശം 24ഓളം കവിതകളാണ് ഇപ്പോൾ നമ്മൾ ഈ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ കവിതയിലേക്ക് എങ്ങനെയാണ് മോൻ ഈ ചെറിയ പ്രായത്തിൽ എത്തിയത്? അതൊന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ മോനെ? ഒന്ന് പറഞ്ഞു. 1ാം ക്ലാസ്സിലെ ഒരു വെക്കേഷന് ഫോക്കസ് സ്മിത ടീച്ചർ പറഞ്ഞു, എൻ്റെ മലയാള ടീച്ചറായിരുന്നു സ്മിത ടീച്ചർ. സ്മിത ടീച്ചർ പറഞ്ഞു വായന കുറിപ്പാക്കാൻ. അങ്ങനെ കുറിപ്പാക്കി എനിക്ക് ഫസ്റ്റൊക്കെ കിട്ടി. അങ്ങനെ 8 പുസ്തകങ്ങളും വായിച്ച് അതിൻ്റെ കുറിപ്പ് എഴുതി. പിന്നെ എനിക്ക് ഫസ്റ്റൊക്കെ എനിക്ക് വായിക്കുമ്പോൾ ചെറിയ തെറ്റൊക്കെ വരാറുണ്ടായിരുന്നു. പിന്നെ വന്ന് എനിക്ക് വായിക്കാൻ നല്ല ഇൻട്രസ്റ്റായി. ഇത് ആ അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ വായിക്കാൻ പറ്റലായി. അങ്ങനെ വായിച്ച് ലാസ്റ്റ് എനിക്ക് തോന്നി ഒരു കവിത എഴുതണമെന്ന്. അങ്ങനെ കളിക്കാൻ പോയാലും എവിടെ പോയാലും ഒരു സാധനം കണ്ട അതിനെ ഓർത്തോർത്ത് ഇങ്ങനെ കവിത എഴുതും. അങ്ങനെ കവിത എഴുതാൻ തുടങ്ങി. 24 കവിതയായി. അതൊരു വലിയൊരു കഴിവാണ്. ഏതായാലും അതായത് ഈ ഒരു പ്രായത്തിൽ നമ്മളിപ്പോൾ പുറമേ നമ്മളെല്ലാം ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒരു കാഴ്ചകൾ കണ്ട് അതൊരു വരികളായി കുറിക്കുക എന്നത് ഈ ഒരു പ്രായത്തിൽ വളരെ നല്ലൊരു ടാലൻ്റാണ്. അപ്പോൾ ആ ഒരു ടാലൻ്റാണ് മോന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കവിത എഴുതുന്നതിൽ സ്കൂളിൽ നിന്നും വീട്ടുകാരിൽ നിന്നൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? എല്ലാവരും പറയും നീ കുറേ ബുക്ക് എഴുതണം, നമ്മളുണ്ട് സപ്പോർട്ട്, അങ്ങനെ കുറേ പറയും. ടീച്ചർമാരായാലും എൻ്റെ കൂട്ടുകാരായാലും നല്ല സപ്പോർട്ടാണ്. വീട്ടിലെങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും? വീട്ടിൽ ഞാനിങ്ങനെ കവിത എഴുതുന്ന കണ്ടിട്ട് അമ്മ പറഞ്ഞു നീ ഇനിയും കവിത എഴുതി, ഞാൻ ഇതൊരു പുസ്തകമാക്കി തരാം. ഇത് എൻ്റെ അച്ഛനോട് അമ്മ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാ പുസ്തകമാക്കിക്കോ. അങ്ങനെ ഒരു പുസ്തകമായി. അങ്ങനെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുകാരനാണ് ഒരു പുസ്തകം എഴുതിയത്. ഏതായാലും അവൻ്റെ ഒരു തുടക്കം മാത്രമാണിത്. ഇനിയും ഒരുപാട് കണ്ടന്റ് വെച്ചിട്ട് ഈ ആശ്വിൻ ഇവിടെ കവിതകൾ രചിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. മോൻ്റെ വീട്ടിൽ ആരെല്ലാം ഉള്ളതെന്നൊന്ന് പരിചയപ്പെടുത്താൻ. വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടിലിപ്പം ഏട്ടനുണ്ട്, പിന്നെ അമ്മയുണ്ട്, അച്ഛൻ ദുബായിലാണ്, പിന്നെ അമ്മമ്മയും ഉണ്ട്. ഏട്ടനും അനിയത്തിയും ഉണ്ട്. പറയണ്ടേ. ആശ്വിൻ്റെ പിറന്നാൾ ദിവസം ക്ലാസ്സുകളിൽ എല്ലാവരും ചെറിയ ഗിഫ്റ്റെല്ലാം കൊടുക്കുന്നതിന് പകരം സ്വന്തം എഴുതിയ പുസ്തകമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ? അതൊരു പ്രത്യേക ഒരു അനുഭവമായിട്ടല്ലേ? എല്ലാവരും ഇങ്ങനെ എന്തായാലും പറഞ്ഞു? എല്ലാരും പറഞ്ഞു ഇനിയും നീ ഇങ്ങനെ എഴുതണം, ഇതുപോലെ എഴുതണം. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. എന്താ വെച്ചാൽ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചു മിടുക്കനാണ് അവൻ്റെ സ്വന്തം പുസ്തകം ഗിഫ്റ്റായി കൊടുക്കുന്നു പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിലുള്ള ജീവിതത്തിലുടനീളം അതായത് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഏതായാലും ചെയ്തിട്ടുള്ളത്. മോനെ പൊതുപോലെ സ്കൂളിൽ നിന്ന് എങ്ങനെ മാഷുമാരും ടീച്ചർമാരെല്ലാം ഇതിനെപ്പറ്റി എങ്ങനെയാണ് പറയുന്നത്? കവിത എഴുതുന്നതിനെ പറ്റി സപ്പോർട്ടും കാര്യമില്ല എങ്ങനെ? സപ്പോർട്ടൊക്കെ പറയും. പ്രത്യേകിച്ച് എനിക്ക് സപ്പോർട്ട് തന്നത് ഹരിത ടീച്ചറും പിന്നെ ഹെഡ് മാസ്റ്ററുമാണ്. ഏത് ദിവസമായാലും ഞാൻ എഴുതുന്ന ദിവസം അവർ പറയും നീ ഇനിയും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. എന്തിനെ കുറിച്ചാണ് ഇപ്പം കൂടുതൽ എഴുതിയിട്ടുള്ളത് കവിതകൾ? ഈ പ്രകൃതിയെ കുറിച്ച്
എന്തെങ്കിലും പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു കടലാസിലേക്ക് കുറിക്കണം എന്നൊരു തോന്നൽ മനസ്സിൽ വരുന്നുണ്ടല്ലേ? അത് തന്നെയാണ് വലിയ കഴിവാണത്. അപ്പോൾ ഇപ്പോൾ ഇനി പുതിയത് എഴുതുന്നത് എന്തിനെ പറ്റിയിട്ടുള്ള എഴുത്താണ്? മലബാറിലെ തെയ്യങ്ങളുടെ ഐതിഹ്യവും തെയ്യങ്ങളുടെ കഥകളും ആയിട്ട് എഴുതുന്നത്. ഇത്ര ചെറുപ്പത്തിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന വലിയൊരു കാര്യമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശ്രദ്ധേയമായ തെയ്യത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ അശ്വിൻ മോൻ അടുത്തതായിട്ട് എഴുതാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വരും തലമുറകൾ, അതായത് കഴിഞ്ഞു പോയ തലമുറയെ അത്ര ഒരു വിശ്വാസവും ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഐതിഹ്യങ്ങളൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവാണ്. അപ്പം മോൻ ഇതിനെ പറ്റി പറഞ്ഞു തരാനുള്ള ആൾക്കാരുണ്ടോ, ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം? ഈ ഡീറ്റെയിലൊക്കെ കാര്യം പറഞ്ഞിരുന്നത് എൻ്റെ അമ്മയൊക്കെ അതിൻ്റെ കഥ പറഞ്ഞു തരും. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു തെയ്യത്തിന് ഏത് സ്ഥലമായാലും ഞാൻ തെയ്യത്തിനെ കാണും. അപ്പം എനിക്ക് ചെറുതായിട്ടൊക്കെ ഇത് വരും. തെയ്യം കാണാൻ ഇഷ്ടമാണ്? തെയ്യം കാണാൻ ഇഷ്ടമാണ്. കണ്ടിരിക്കും. ഉത്സവങ്ങൾ പോയാൽ പരിപാടികൾ കാണുന്നതിനും ചന്തയിൽ നടക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ തെയ്യത്ത് കാണാൻ ഇഷ്ടമാണ്. അത് നല്ലൊരു മനസ്സല്ലേ. അപ്പം മോനെ ഈ കവിത എഴുത്തല്ലാണ്ട് വേറെ എന്തൊക്കെ ഇതിൽ താല്പര്യമുണ്ട്? അതായത് വര, അതുപോലെ കലാപരമായിട്ട് മറ്റു കാര്യങ്ങൾ, പാട്ട്? എനിക്ക് പാട്ട്, അങ്ങനെ ചെണ്ടോട്ടല്, അങ്ങനെയെല്ലാം എനിക്കെല്ലാം ഇഷ്ടമാണ്. അപ്പം കവിത പാടുന്നു നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. മോൻ നന്നായി കവിത പാടുമെന്നും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കെല്ലാം പ്രേക്ഷകർക്കെല്ലാം വേണ്ടി ഒരു 2 ലൈൻ കവിത നമുക്ക് പാടിയാലോ? ഏതെങ്കിലും? ഓക്കെ. ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം, മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. അശ്വിൻ സ്വന്തമായിട്ട് എഴുതിയ കവിതകളുണ്ടല്ലോ, അപ്പം അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു 2 ലൈൻ ഒന്ന് പാടി നോക്കട്ടെ. ഞാൻ എഴുതിയ കവിത പാടാൻ പോകുന്ന കവിതയുടെ പേര് വണ്ട് എന്നാണ്. വണ്ടേ വണ്ടേ നീല വണ്ടേ പൂക്കൾ തോറും പാറി നടക്കും. വണ്ടേ വണ്ടേ നീല വണ്ടേ പൂക്കളിൽ നിന്നും തേനുകർന്ന് എങ്ങോട്ടാണീ പോകുന്നേ. അപ്പം അശ്വിൻ്റെ അമ്മയാണ് നമ്മോടൊപ്പുള്ളത്, സുജില അല്ലേ? അപ്പം ഈ മോൻ്റെ ഈ ഒരു കഴിവുണ്ടല്ലോ, ഈ കവിത എഴുതുന്ന കഴിവ്, ഇത് എപ്പോൾ തൊട്ടാണ്? ചെറുപ്പം തൊട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് എങ്ങനെയാണ് അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്? മോൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇവന് എന്തെങ്കിലും കഴിവുണ്ട് എന്ന് മനസ്സിലായത് ആദ്യം ഒരു തെയ്യത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ പുസ്തകത്തിൽ ഞാനിങ്ങനെ ഓരോ തെയ്യത്തിൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞു നോക്കുമായിരുന്നു. ആദ്യം നല്ല ചെറുതിനുണ്ടാവും. അപ്പം ഇവൻ 10-50 തെയ്യത്തിൻ്റെ പേരുകൾ അത് അന്നേരം തന്നെ പഠിച്ചു വെച്ച് എപ്പോൾ ചോദിച്ചാലും ആ തെയ്യം എവിടെ കണ്ടാലും അത് ഏത് തെയ്യാമെന്നെല്ലാം പറയുമായിരുന്നു. അതേപോലെ ഒരു സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള പുസ്തകം ഉണ്ടായിരുന്നു. അതിലും ഇതുപോലെ ചക്രവർത്തിമാർ, അങ്ങനെ പ്രധാനമന്ത്രിമാർ, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പേര് നോക്കി ഞാൻ പറഞ്ഞു കൊടുത്താലും ആ ഫോട്ടോ എവിടെ കണ്ടാലും അത് ആരാണെന്ന് ഐഡന്റിറ്റി പറയുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞായിരുന്നു നിങ്ങളിത് ചാനലിൽ കൊടുക്കുന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ 1ാം ക്ലാസ്സിലെത്തിയ സമയത്ത് ഇവർക്ക് വായിച്ച് പഠിച്ചു തുടങ്ങുന്ന, അക്ഷരം പഠിച്ചു തുടങ്ങുന്ന സമയമല്ലേ. ആ സമയത്ത് ടീച്ചർ ഇങ്ങനെ വെക്കേഷൻ്റെ സമയത്ത് കുറച്ച് പുസ്തകം വായിച്ചിട്ട് വായനക്കുറിപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവനും കൂടി ഞാൻ ലൈബ്രറിയിൽ പോവും, പുസ്തകം എടുത്തുകൊണ്ടിരുന്നു. ചെറിയ ആദ്യമൊക്കെ ഒന്ന് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ അവിടെ തന്നെ ഇരിക്കും. അതിന് നമ്മൾ വിളിച്ചാൽ എഴുന്നേൽക്കും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇവൻ അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നില്ല. അപ്പോൾ കിട്ടാത്ത അക്ഷരങ്ങളെ അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു 3-4 പുസ്തകത്തിന് എൻ്റെ ഒരു ഹെൽപ്പ് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അവൻ തന്നെ അത് ചെയ്യാൻ തുടങ്ങി. അതിൽ 8-9 പുസ്തകത്തിൻ്റെ വായനാക്കുറിപ്പ് എഴുതിയിട്ട് LP വിഭാഗത്തിൽ ഇവൻ അന്നേരം ഫസ്റ്റ് കിട്ടി വായനാക്കുറിപ്പ് മത്സരത്തിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇവന് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത് വായിക്കണം എന്നുള്ളത്. പിന്നെ അതേപോലെ ആഴ്ചയായാലും സ്കൂളിൽ നിന്ന് ഇപ്പോൾ പുസ്തകം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതുപോലെ പിന്നെ ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം എടുത്ത് വായിക്കണം. അല്ല ഫോൺ ഇപ്പോൾ അറിയുന്നില്ല, ഫോണിലല്ല കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അപ്പം ഇവൻ ഫോൺ കാണുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും കവിതകൾ അല്ലെങ്കിൽ ഓരോന്നിൻ്റെ ഐതിഹ്യങ്ങൾ, അതെങ്ങനെ ഉണ്ടായി, കുട്ടിയുടെ ഈ ഒരു കഴിവ് നമ്മൾ മാക്സിമം കീപ്പ് ചെയ്യുക, എന്നൊരു ഭാവിയിൽ നല്ലൊരു ഭാവിയുള്ള ഈ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഇവനൊരു 10-24 കവിത സ്വന്തമായിട്ട് എഴുതിയത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചെന്തായാലും ഒരു പുസ്തകമാക്കി കൊടുത്തതിന് നല്ല സപ്പോർട്ടാണ്. വീട്ടുകാരുടെ ഇത്രയും നല്ല സപ്പോർട്ടിന്റെ ഫലമായാണ് ഒരു പുസ്തകം പുറത്തിറക്കിയത്. അതിപ്പോൾ ഞാൻ ഇവരിങ്ങനെ എഴുതുന്നുണ്ട് സ്കൂളുകാരോട് പറഞ്ഞപ്പോൾ ടീച്ചർ മാഷെല്ലാം എടുത്ത് പറഞ്ഞ പുസ്തകമാക്ക്. അങ്ങനെ നമ്മൾ തുളുനാട് പബ്ലിക്കേഷൻസ് ആയിട്ട് ചോദിച്ചു. കണ്ണങ്ങാട്
അപ്പം അവരാ പറഞ്ഞത് നല്ല പദപ്രയോഗം വാക്യത്തിൻ്റെത് അതൊക്കെ നല്ല രീതിയിലുണ്ടാകും, നല്ല രീതിയിൽ ചെയ്യാമെന്നാണ് ചെയ്തത്. അങ്ങനെ ഡിസംബർ 8-ാം തീയതി ആയിരുന്നു എൻ്റെ പുസ്തക പ്രകാശനം. അത് അവിടെ വെച്ചിട്ട് തന്നെ ചെയ്തത്. തുളുനാടിൻ്റെ അവിടുന്ന് അവരുടെ വാർഷികത്തിൻ്റെ സമയത്ത് നല്ല രീതിയിൽ അവർ ചെയ്തു. അതിനുശേഷം സ്കൂളിൽ നല്ല രീതിയിൽ അനുമോദനം കിട്ടി. ഇപ്പം എല്ലാ രീതിയിലും ആ രീതിയിലാണ് നമ്മൾ വിളിച്ചത്, ഇങ്ങനെ അറിഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ നമ്മുടെ A1 ന്യൂസിൻ്റെ എല്ലാവിധ അനുഗ്രഹാശംസകളും നമ്മുടെ മോനെ നേരുകയാണ്. അപ്പം സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ടുകളുടെയും വൈവിധ്യമാർന്ന കലവറയുമായി മലയോര മേഖലയിലേക്ക് കടന്നുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പുളിങ്ങോം റോഡ്, ചൊവ്വാറ്റുകുന്നൽ ബിൽഡിംഗ്, ചെറുപുഴ. ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം, മനോഹരമായ ആധുനിക ഡിസൈനുകൾ, ഉയർന്ന ഗുണനിലവാരം, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. വിവാഹ പർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മാണ വിലയിൽ ലഭ്യമാണ്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുളിങ്ങോം റോഡ്, ചൊവ്വാറ്റുകുന്നൽ ബിൽഡിംഗ്, ചെറുപുഴ. സ്പർശയുടെ 7ാമത്തെ ഷോറൂം കണ്ണൂർ, ചെറുപുഴയിൽ. കണ്ണൂരും ഇനി ഫിജിറ്റലാകും. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊച്ചി, മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ. ഫോൺ 8593874666. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമിത പ്രമോദ്. ഞാനിന്ന് കണ്ണൂർ ചെറുപുഴയിൽ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 7ാമത്തെ ഷോറൂം ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടാണുള്ളത്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊച്ചി, മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ.